അടിയന്തര ധനസഹായം ബോളിന്റെ കുടുംബത്തിന് നൽകി. അതോടൊപ്പം നേരത്തെ സർക്കാർ തീരുമാനിച്ച ബോളിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് പോൾ കൂടെ ഒരു വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരാണ്. മറ്റു കാര്യങ്ങൾ ഉപരി ഇപ്പോൾ ഒരു ഡ്യൂട്ടി ചെയ്യുന്നതിനിടെയാണ് ആക്രമണം സംഭവിച്ചത്. ഏത് വിധത്തിൽ സർക്കാർ ഇക്കാര്യങ്ങളെ ഗൗരവമായി സമീപിക്കുന്നു എന്ന മന്ത്രിമാർ ഇവിടെ എത്തി അത് പൂർണ്ണതയോടുകൂടി വിശദീകരിച്ചു. കുടുംബം അക്കാര്യത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തി, സന്തോഷം രേഖപ്പെടുത്തി. ഇപ്പോൾ മന്ത്രിമാർ ഇവിടെ നിന്ന് ഇതിന് തൊട്ട് സമീപത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കിടക്കുന്ന ശരത് എന്ന വിദ്യാർത്ഥിയെ കാണുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് പോവുകയാണ്. ഏതായാലും നേരത്തെ ഇവിടെ എത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഔദ്യോഗികമായി സർക്കാർ സംവിധാനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് പോളിന്റെ കുടുംബത്തിന് ഇനി സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ വിദ്യാഭ്യാസ കാര്യം ഏറ്റെടുക്കൽ, അതോടൊപ്പം കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടികൾ പുരോഗമിക്കുന്നതാണ്. ആ കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു മന്ത്രി തലത്തിൽ ചെയ്തത്. പ്രധാനമായും കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് ഭാര്യയുടെ മകളുടെ ഒരു കോവിഡിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു വലിയ സങ്കടകരമായിട്ടുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യം മനസ്സിലാക്കുന്നു, മന്ത്രിമാർ മനസ്സിലാക്കുന്നു, സർക്കാർ മനസ്സിലാക്കുന്നു. എന്തെല്ലാം സഹായങ്ങൾ അനുഭവപൂർണ്ണം എന്തെല്ലാം സഹായങ്ങൾ സർക്കാർ സംവിധാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുവോ അതെല്ലാം ആ രീതിയിൽ പൂർണ്ണാർത്ഥത്തിൽ സർക്കാർ ഈ കുടുംബത്തോടൊപ്പമുണ്ട് എന്നാണ് മന്ത്രിതല സംഘം സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തി ഉറപ്പ് നൽകിയത്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉറപ്പ് നൽകുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വിശദീകരിക്കുകയും ചെയ്തത്. ഏതായാലും അല്പസമയത്തിനകം ശരത്തിന്റെ വീട്ടിൽ മന്ത്രിതല സംഘം എത്തും. അതിന് കാലിക്കറ്റയിൽ വെല്ലൂർ മജ്നയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലേക്കായിരിക്കും മന്ത്രി സംഘം എത്തുക. ഏതായാലും ഒരു അരമണിക്കൂറോളം ശരത്തിൽ വിദ്യാർത്ഥിയുടെ അടുത്തേക്ക് പോകേണ്ടതായുണ്ട്. അതിനുശേഷമായിരിക്കും അജിയുടെ വീട്ടിലേക്ക് എത്തുക. ഇവിടെയും ഡ്യൂട്ടിക്കിടെ ഇത്തരത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിലേക്ക് എത്തിയാണ് മന്ത്രിതല സംഘം ഇപ്പോൾ സന്ദർശനം നടത്തിയതിനു ശേഷം അവിടെ നിന്ന് മടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഇനി അടുത്തതായി ശരത്തിന്റെ വീട്ടിലേക്കാണ് എത്തുന്നത്. വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റ് കഴിയുന്ന ശരത്തിന്റെ വീട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ മന്ത്രിതല സംഘം എത്തും. ഏതായാലും പോളിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെയെല്ലാം തന്നെ കണ്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ അടിയന്തര ധനസഹായമായി അനുവദിച്ച 10 ലക്ഷം രൂപ കൈമാറിക്കൊണ്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് മന്ത്രിതല സംഘം മടങ്ങുന്നത്.